ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് കാത്തു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സദ്യയിലൂടെയൊക്കെ കഴിക്കുന്ന ഇഞ്ചിക്കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോയിലേക്ക് പോയാലോ. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ഉരുളിയിലോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. എടുക്കുന്ന പാത്രം ഒന്ന് ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 250 ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിട്ട് ഇനി എണ്ണയിൽ കിടന്ന് ആ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമ്മളൊന്ന് വരട്ടി കൊടുക്കണം. ആ ഇഞ്ചിയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വരണം. ശരിക്കും നമ്മളിപ്പോൾ എടുത്തതിനേക്കാളും ഇത് ഇങ്ങനെ നന്നായിട്ട് വരണ്ട് കിട്ടുമ്പോൾ അത് ചെറുതായി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ആ എണ്ണയൊക്കെ ഇഞ്ചിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത്. കുറച്ച് സമയം ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി അത് ചെറുതായി തുടങ്ങും. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടണം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വരട്ടോ അത്രത്തോളം കളറ് ആ ഇഞ്ചിക്ക് കിട്ടും. അപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇപ്പം എന്താ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈസിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഈ സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പം എന്താ ഏകദേശം പരുവെത്തിയിട്ടുണ്ട്. ഇവിടെ എത്താൻ നിർത്താം. ഇനി നമ്മൾ ആ ഇഞ്ചി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലോട്ട് നമുക്ക് ആ മിക്സിയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ചൊരു പുളിയും ചേർത്ത് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഇഞ്ചിയുടെ പൊടിയും ചേർത്ത് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ആ സെയിം എണ്ണയിലോട്ട് തന്നെ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തെടുത്ത ആ ഒരു എണ്ണയിലേക്ക്. ഇനി അതിലോട്ട് തന്നെ ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ആ ഇഞ്ചി നന്നായിട്ട് വറുത്തെടുത്തുകൊണ്ട് ആ കളറും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ഇഞ്ചി ഇപ്പോൾ വളരെ കുറച്ചായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മിക്സിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ ഇഞ്ചി എല്ലാം ഒന്ന് കുറുകി കിട്ടണം. കണ്ടില്ലേ, ഇപ്പം നല്ല ലൂസാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായി കിട്ടണം. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇഞ്ചി തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അല്ലേ, ഇപ്പോൾ ഇവിടെ ഒന്ന് ലൂസാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് വരണം ഇഞ്ചിക്കറി. എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റിന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇഞ്ചിക്കറി. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം. വളരെ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർക്കേണ്ടത്. നമ്മൾ ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കുക. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കേണ്ടത്. ഒരുപാടായി പോകരുത്. ഇപ്പോൾ ഇവിടെ ഇഞ്ചി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കിട്ടാം. ഇതിൻ്റെ ശരിക്കും പാകമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇത് കറക്റ്റ് ഇഞ്ചി റെഡി ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. അല്ലേ, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇഞ്ചി. ഏകദേശം ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ആ ഒരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.